എന്താപ്പത് സുരേഷ് ഗോപി ഇങ്ങനെ നിന്ന് കറങ്ങണു? എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നടന കലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം. മൂപ്പരിപ്പോ കേന്ദ്രമന്ത്രിയല്ലേ? നിങ്ങൾ സ്ഥലവും സമയമൊന്നും നോക്കാതെ അഭിനയിക്കണുണ്ടോ സുരേഷ് ഏട്ടാ? നിങ്ങൾ ആരാ? അത് MP ജോൺ ബ്രിട്ടാസ്, മനസ്സിലായില്ലേ? സുരേഷ് ഗോപി പറയുന്നതിനെ നമ്മൾ സീരിയസ് ആയി എടുക്കരുത്. ഇത് സുരേഷ് ഗോപി പറയുന്നതിനെ സുരേഷ് ഗോപി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല. നിങ്ങൾ ഫുള്ള് തമാശയാണെന്നാണ് മൂപ്പര് പറയണത്. നിങ്ങൾ പാർലമെന്റിനപ്പുറം വല്ലതും കാണുന്നുണ്ടോ? പാർലമെന്റിന് അപ്പുറം കണ്ടില്ല, പക്ഷെ അകത്ത് ഇന്നലെ എന്തൊക്കെയോ നടന്നു ഇത്രേ അല്ലേ? എന്തൊക്കെയോ പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ പാതകം ചെയ്തിരിക്കുന്നത്. അതും കേട്ടു, എന്തോ മുഞ്ഞാന്ന് പറഞ്ഞ് ആരനെ വല്ലാണ്ട് വിഷമിപ്പിച്ചൂന്ന്. ചർച്ച എവിടെയാണ്? എന്തെങ്കിലും കുഴപ്പം നിങ്ങൾ കണ്ടോ? കുഴപ്പമൊന്നും കണ്ടില്ല, പക്ഷെ നല്ല ഏറ്റുമുട്ടല് നടന്നുല്ലേ നിങ്ങൾ രണ്ടാളും? ഏറ്റുമുട്ടലൊന്നുമല്ല, അത് വെറുതെ. പിന്നെ മൂപ്പര് ഇത്ര കലിപ്പായത് എന്തിനാ? ജോൺ ബ്രിട്ടാസ് മുന്ന എന്നും ജൂദാസ് എന്നും രണ്ട് പേരുകളാണ് പറയുന്നത്. അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി എന്തിനാ എഴുന്നേറ്റെന്ന് അവർ ചോദിക്കുന്നു. സുരേഷ് ഏട്ടൻ കേട്ടില്ലേ? കുമ്പളം കട്ടൂന്ന് പറഞ്ഞപ്പോക്ക് തലമ തപ്പിയതുപോലെ നിങ്ങൾ എന്തിനാ അതിന് മറുപടി പറയാൻ പോയെ? അതിന് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരിപ്പോ നിങ്ങളെ ഈ കളിയാക്കുന്നത്. എനിക്ക് എന്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പർക്കുണ്ട്. അതായത് സ്വന്തമായിട്ടൊന്നും പറയാൻ പറ്റൂല എന്നാണോ ബ്രിട്ടാസ് ഉദ്ദേശിച്ചത്? അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിലാണ് ആരോ ഒന്ന് ജബൽപൂരിലെ കാര്യം ചോദിച്ചത്. പിന്നെ പറയണ്ടോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. നല്ലോണം സൂക്ഷിച്ച് ചോദ്യം ഒന്നുകൂടെ അങ്ങോട്ട് ആവർത്തിച്ചു. സൗകര്യമല്ല പറയാൻ. അപ്പൊ സാറേ, പത്രക്കാരാണ്, നിങ്ങൾ കേന്ദ്രമന്ത്രി അല്ലേ എന്ന് വിചാരിച്ച് ചോദിച്ചതാണ് എന്ന് പറഞ്ഞു. മാധ്യമാരാ? സിനിമയിൽ കൂടെ വന്ന സുരേഷ് ഗോപിക്ക് മാധ്യമങ്ങൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ മറന്നു പോകുന്ന സന്ദർഭങ്ങളാണ് പിന്നെ ഉണ്ടായത്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേക വിനോദമായിട്ട് നമ്മൾ കണ്ടാൽ മതി. നേരത്തെ പറഞ്ഞ പല വിനോദങ്ങളും മൂപ്പര് കാണിക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചോദ്യം ചോദിക്കണവര് സൂക്ഷിക്കുക. ബി കെയർഫുൾ. ഓക്കെ, അപ്പൊ മന്ത്രിക്ക് കെയർഫുൾ ആവാൻ കഴിയണില്ലെങ്കിൽ മുന്നിൽ നിൽക്കണവരെങ്കിലും കെയർഫുൾ ആവുക.